നല്ല രസമുണ്ട് ഗ്രാമത്തിൽ കൂടെ അങ്ങനെ ബൈക്കിൽ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരൺസുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു 2-3 ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് അന്ന് നല്ലൊരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാനിടാൻ പോകുന്ന വീഡിയോ, നമ്മൾ ഇവിടെ സാധാരണ ഞാൻ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാറുണ്ട് ഈ സൈക്കിൾ ടാക്സി, ബൈക്ക് ടാക്സി ഒക്കെ പോകുന്നത്. അപ്പം നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഒരു ബൈക്കിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല, എപ്പോഴും കാറിലാണ് പോകാറുള്ളത്. അപ്പം ഇന്ന് ഞാനും തമാലയും കൂടെ മാർക്കറ്റിൽ പോണേല മാർക്കറ്റിൽ. അത് പോണത് ബൈക്ക് ടാക്സിയിലാട്ടോ പോണത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ അടുത്ത് നമ്മുടെ പോണേലയിൽ അടുത്ത് തന്നെ സിസ്റ്റർമാരുണ്ട്. അപ്പം പള്ളിയിലെ സിസ്റ്റർമാരുണ്ട്, മലയാളി സിസ്റ്റർമാരാണ്. അപ്പം ഞങ്ങൾ വന്നിട്ട് ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് അവരൊന്ന് മീറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ പോകുമ്പോൾ കുറച്ച് നല്ല അടിപൊളി നമ്മളെ നാടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ തക്കാളി ഇല്ല, അതുപോലെ കുറച്ച് ഐറ്റംസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് നേരെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാമെന്ന്. അതാണെങ്കിൽ ഇവിടെ അരുണേട്ടൻ്റെ വണ്ടിയൊന്നും ഇല്ല, അരുണേട്ടനൊക്കെ ഒന്ന് ഓഫീസിൽ പോയതാണ്. കാരണം ഇന്ന് ശനിയാഴ്ച അവന് ഡ്യൂട്ടി ഉണ്ട് ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു, ഇന്ന് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിന്ന്. അപ്പോൾ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മാർക്കറ്റിൽ പോയി കുറച്ച് സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ലൂസിയസ്, ഞങ്ങളെ ഗാർഡുണ്ട് ലൂസിയസിനോട് ഞാൻ പറഞ്ഞു ഒരു ബൈക്ക് ടാക്സി കിട്ടുമോ, അറേഞ്ച് ചെയ്ത് തരുമോ, ഞങ്ങൾക്ക് പോകാനാണെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഞങ്ങൾ ബൈക്ക് ടാക്സിയിൽ നമ്മുടെ പോണേല മാർക്കറ്റിൽ പോവുകയാണ്. അപ്പോൾ പോകുന്ന വിഷ്വൽസൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം. പിന്നെ മാർക്കറ്റിൽ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വന്നിട്ട് കുറച്ച് ചിക്കൻ ബിരിയാണി പരിപാടികളൊക്കെ ഉണ്ട്. ബിരിയാണിയൊക്കെ പിന്നെ ഞാൻ ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം വർത്തമാനം പറഞ്ഞു നിന്ന് കുറച്ച് ദീർഘമായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് മലാവി ഡയറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ സെക്കൻഡ് ചാനലാണ്, സബ് ചാനലായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഇതിൽ നമ്മുടെ ഫാമിലി വിശേഷങ്ങളും ചെറിയ ചെറിയ കുക്കിംഗ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇടാറ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പം ബൈക്ക് ടാക്സി വരാനുള്ള സമയമായി. അപ്പം നമുക്ക് ബൈക്ക് ടാക്സി കയറി പോവാം. അപ്പോൾ നമ്മുടെ പോണേലെ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബൈക്ക് ടാക്സി വന്നിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അതിൽ കയറാൻ പോവാണ്, ഞാനും തമ്മാലയും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ബൈക്ക് ടാക്സി കയറുന്നത്. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മുടെ മാർക്കറ്റ്. അപ്പം നമുക്ക് ബൈക്ക് ടാക്സി കയറാം. നല്ല രസമുണ്ട് ഗ്രാമത്തിൽ കൂടെ അങ്ങനെ ബൈക്കിൽ. അപ്പോൾ നമ്മൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെയിൻ റോഡ് എത്താനായിട്ട്. അപ്പോൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ്. മെയിൻ റോഡിൻ്റെ 2 സ്ഥലങ്ങളിലും, അതായത് 2 വശങ്ങളിലും ഇഷ്ടം പോലെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയ്സാണ് കൃഷി ചെയ്യുന്നത്. ഇവർ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യും കേട്ടോ. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത, അല്ലേ മലാവിത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറുതെ സ്ഥലം വെറുതെ ഇടില്ല. അവർ ഉള്ള സ്ഥലത്ത് കൃഷിയോ ചെടിയോ ഒക്കെ വെച്ച് പിടിപ്പിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ കുറച്ച് സ്പീഡിൽ, അതായത് 2x ഇട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വണ്ടി നല്ല സ്പീഡിൽ പോണ പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ
പുണേല മാർക്കറ്റ് എത്താനായി. ഒരുപാട് വണ്ടികളൊക്കെ തിരിച്ചും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡും നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വന്ന സമയത്തൊന്നും ഈ പച്ചപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഡ്രൈ ആയി കിടക്കുകയായിരുന്നു. മഴ പെയ്തപ്പോഴത്തേക്കിനും എല്ലായിടത്തും നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇത് ഇവിടുത്തെ ലോങ് ആയിട്ട് പോകുന്ന ബസ്സാണ് കേട്ടോ, മിനി ബസ് അല്ല. അതായത് നമ്മളിപ്പോൾ ലിലോങ് വേ ടു മുസൂസു അല്ലെങ്കിൽ ലിലോങ് വേ ടു ബ്ലാൻഡിയർ അങ്ങനെയൊക്കെ പോകുന്ന വലിയ ബസ്സുകളാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സൈക്കിൾ ടാക്സി ഒക്കെ നിർത്തിയിടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെത്തി. നമുക്ക് പോകാനുള്ളത് ഫെയർ എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഫെയറിലേക്ക് കടക്കുമ്പോൾ ഫെയറിൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ സൈക്കിൾ ടാക്സി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങുന്ന ആൾക്കാരെ ഇവർ പിക്ക് ചെയ്തിട്ട് അവരെ കൊണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുന്നിൽ തന്നെ സൈക്കിൾ ടാക്സി ഒക്കെ നിർത്തിയിട്ടിട്ടുള്ളത്. ആ ചുമന്ന ബോക്സ് ആയിട്ട് കാണുന്നുണ്ടല്ലേ, അതാണ് ഇവിടുത്തെ ഏറ്റവും മണി ഏജൻറ്റുമാരാണ്. നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യണം, പണം പിൻവലിക്കാനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്മോൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏറ്റവും മണി എന്ന് പറയുന്നത്. അതേപോലെ പാമ്പ എന്ന് പറയുന്നതുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ക്യാഷ് ആൻഡ് ക്യാരി നമ്മുടെ ഫെയർ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന ബൈക്കാരനെ അവിടെ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. നമുക്കിപ്പം അത്യാവശ്യം വേണ്ടത് കുറച്ച് ചിക്കൻ, അതുപോലെ തന്നെ തൈര് വേണം. പിന്നെ ഇത് ഇവിടുത്തെ സോസേജിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മളിതൊന്നും വാങ്ങുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ സോയാബീൻ, ഇതൊക്കെ ഫുള്ള് ബ്രെഡിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോസിലും കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഫെയർ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൊട്ടറ്റോ ചിപ്സാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള പൊട്ടറ്റോ ചിപ്സാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് 2-4 പൊട്ടറ്റോ ചിപ്സൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു. പിന്നെ ഇവിടുന്ന് കുറച്ച് പ്ലേറ്റ്സ് എടുക്കാണ്ടായിരുന്നു, ചെറിയ കുഞ്ഞു പ്ലേറ്റ്സ് നമുക്കിങ്ങനെ മൂടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി ഞാനൊരു മോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമുക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മോപ്പ് കേട് വന്നപ്പോൾ ഞാനൊരു മോപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ചൂലാണ്, ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ചൂലാണ് കേട്ടോ. ചെറിയ ഇത്ര സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ ചൂലിന്. ഇതുകൊണ്ടാണ് ഇവർ അടിച്ചു വരിക. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ചൂലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, മെടഞ്ഞിട്ടേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് മെടഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ചൂലിൻ്റെ അറ്റമൊക്കെ. നമ്മളിവിടുന്ന് ബീൻസ് വാങ്ങാൻ കേട്ടോ. 500 കോച്ചിയാണ് ഈ ഒരു ബഞ്ചിന്. നമ്മുടെ നാട്ടിലൊരു 25 രൂപ വരും. ഉണ്ട് വെളുത്തുള്ളി, ഇത് ഓരോ പൊടികൾ, ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ്. ഇത് ഇവിടുത്തെ ഒരു മുളകാണ് കേട്ടോ, കുഞ്ഞുമുളക്, വെളുത്തുള്ളി, ടമാല, കടുകിൻ്റെ ഇല വാങ്ങുന്നു. ഇസ് ഇറ്റ് മസ്റ്റാർഡ് സീഡ്? How much is this? 100? ഇപ്പൊ ഞങ്ങള് തക്കാളിയൊക്കെ വാങ്ങാൻ വന്ന് നിക്കാണ്ട് ഇവിടെ. തക്കാളി വാങ്ങണ ചേച്ചീൻ്റെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ട്, ഈ കോടേൻ്റെ ഇട്ടിട്ടുണ്ട്. ചെറിയ കൊച്ചിനെ വെച്ചിട്ടുണ്ട് ഇവിടെ തക്കാളിയൊക്കെ വിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്, അതും വെയിലത്ത്. അപ്പോൾ ഇന്നത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പോകുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയി തിരിച്ച് വന്നു കേട്ടോ. വന്ന് മുടിയൊക്കെ ആകെ പാറി ബൈക്കിൽ പോയതുകൊണ്ട്. അപ്പം തിരിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, മാർക്കറ്റിലെ വിശേഷങ്ങളും. കൂടുതലായിട്ടൊന്നും മാർക്കറ്റിൽ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം തീരെ സമയം ഉണ്ടല്ലോ. എനിക്ക് തിരിച്ച് വന്നിട്ട് വേണം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പം തന്നെ സമയം ഒരുപാടായി. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും മാർക്കറ്റിൽ ഇറങ്ങി ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു ദിവസം ഞാനത് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ മലാവി ഡയറി എന്ന് പറയുന്ന നമ്മുടെ മറ്റേ യൂട്യൂബ് ചാനലിൽ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, മാർക്കറ്റിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കാണാം നമ്മുടെ പൊണേല മാർക്കറ്റൊക്കെ. വലിയ മാർക്കറ്റാണ്, ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.